അസ്റഫുൽ മഖ്ലൂഖാത്ത് മുത്ത് നബി ആ ചെറുപ്പക്കാരനെ മയ്യത്തടക്കിയിട്ട് ദുആ ചെയ്തപ്പോ കണ്ടു നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാ, ആ യുവാവിനെ കിട്ടിയ മഹാഭാഗ്യമോത്തപ്പോ ഞാൻ ഇവിടെ നിന്ന് ചിന്തിച്ചു പോയി, അല്ലാഹുവേ യാ ലൈതനീ കുന്തു മക്കാനഹു, ഈ ചെറുപ്പക്കാരന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, ആ കബറിൽ മരിച്ചു കിടക്കുന്നത് ഞാനായിരുന്നെങ്കിൽ ഈ മഹാഭാഗ്യം എനിക്ക് കിട്ടുമായിരുന്നല്ലോ. അല്ലാഹ് ഖബറടക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇത്രയേറെ വലിയ പദവി കിട്ടാൻ ആ മനുഷ്യൻ എന്ത് നന്മയാണ് ചെയ്തത്? മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രിയപ്പെട്ട മനുഷ്യൻ ചെയ്ത നന്മയെന്നറിയുമോ? നന്മ ചെയ്യാനല്ലേ ജീവിതം. റസാഖ് മാഷനോട് പറഞ്ഞു, ശിഹാബ് തങ്ങളുടെ പേരിൽ ഒരു മെഡിക്കൽ കോളേജ്, അവിടെ പാവങ്ങളെത്തണം. CH സെന്ററിൽ ആയിരങ്ങൾക്ക് പാവങ്ങളുടെ കണ്ണീരൊപ്പണം. ഈ നന്മയിലൂടെ നടന്നു തന്നാൽ അത് ചെയ്യുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹാബ, ആ ചെറുപ്പക്കാരൻ ചെയ്ത നന്മയേടെന്നറിയോ? അയ്യുഹിബ്ബുല്ലാഹു വറസൂലാ, ആ യുവാവ് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും സ്നേഹിച്ച ആളാ. ഏറ്റവും കൂടുതൽ പ്രേരിച്ചത് അല്ലാഹുവിനെയാ. യുഹിബ്ബുല്ലാഹു വറസൂലാ, ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അല്ലാഹുവിനെയും റസൂലിനെയുമാ. എന്ന് മാത്രമല്ല, വകാന യുസല്ലി ജൗഫൽ ലൈലി, പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ, പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ അല്ലാഹുവിനോടുള്ള പ്രേമം കാരണത്താൽ എഴുന്നേറ്റ് നിന്ന് മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ച സഹാബിയാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സ് ഇങ്ങനെ അവസാനിക്കട്ടെ. എല്ലാവരും ഉറക്കത്തിലാണ്ട് കിടക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കണം റബ്ബിന്റെ മുമ്പില്. സഹോദര, പകല് നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റെ മാധുര്യം ഹൃദയത്തിൽ കിട്ടുകയില്ല. കാരണം ഇന്നലക്ക് ഫിന്നഹാരി സബഹന തവീരാ, പകല് നിനക്ക് തിരക്കുള്ള സമയമാണ്. അപ്പൊ നിസ്കരിച്ചാൽ ഹൃദയത്തിന് മാധുര്യം കിട്ടില്ല. നിസ്കരിക്കാൻ കൈകെട്ടുമ്പോ കടയിൽ ആൾ വന്നിട്ടുണ്ടാകുമോ? വണ്ടിക്കോട്ടം വന്നിട്ടുണ്ടാകുമോ? നീ തിരക്കിലാണ്. രാത്രി നിശബ്ദമാണ്. സഹോദര, ഏത് ഡോക്ടർ നിനക്ക് ക്യാൻസർ വന്നിട്ട് കൈയൊടിഞ്ഞാലും രാത്രി നിന്റെ ഭാര്യ ഉറക്കമാണ്, നിന്റെ മക്കൾ ഉറക്കത്തിലാണ്. എഴുന്നേറ്റ് തടപ്പായ വീട്ടിൽ വിരിച്ചിട്ട് പറയണം, അല്ലാഹുവേ എന്റെ ഭാര്യ ഉറക്കത്തിലാണ്, എന്റെ മക്കൾ ഉറക്കത്തിലാണ്. ഇപ്പൊ ഉറങ്ങാത്തത് ഞാനും നീയും മാത്രമാണല്ലോ. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ വേദനയുടെ നെരിപ്പോടിന്റെ ആടമറിയുന്നവൻ നീയാണ് റബ്ബേ. പടച്ചവനെ, നീ എന്നെ കൈവിട്ടില്ലെങ്കിൽ എനിക്ക് പ്രതീക്ഷയുണ്ടല്ലോ. എന്റെ ഹൃദയത്തിന്റെ കണ്ണുനീരറിയുന്നവൻ നീയാണ് റബ്ബേ എന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ കുയിലും പക്ഷികളും കിടന്നുറങ്ങുന്ന നേരത്ത് റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടിയിട്ട്, റബ്ബേ, ഞാനും നീയുമല്ലാതെ മറ്റൊരാളിപ്പമില്ല. ഇത് ഞാനും നീയും തമ്മിലുള്ള മുനാജാത്താണ്. നീ എന്നെ കൈവിടല്ല അല്ലാഹുവേ എന്ന് രാത്രിയിലെ കണ്ണുനീർത്തടങ്ങള് കണ്ണുനീർ ഒലിപ്പിച്ചിട്ട് കൽബ് തുറന്ന് റബ്ബിനോട് പറയണം, അല്ലാഹുവേ, ഞാൻ എന്റെ ജീവിതത്തിന്റെ 6-ാം വയസ്സ് മുതൽ തുടങ്ങിയതാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ. എന്റെ റബ്ബന്റെ കൂടെ ഇന്നത് എന്റെ വിശ്വാസം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ ചിന്തയോടെ അല്ലാഹു എന്ന ക്യാമറയുടെ കണ്ണിലാണ് ജീവിതം എന്നോർത്ത് ജീവിക്കണേ. അല്ലാഹു നമ്മള് എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റി തരട്ടെ. ഇനി നമ്മുടെ ദുആയിലോട്ട് കടക്കുക. ആ വിഷയം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. രണ്ട് മലക്കുകളുണ്ട്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ എത്ര മലക്കുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്? മലക്കുകൾക്ക് പോലും അല്ലാഹുവിനെ പേടിയാ. നിനക്ക് പേടിയില്ലല്ലോടാ കാട്ടാളാ. കാട്ടാളാ, നിനക്ക് പേടിയില്ലാതായി പോയല്ലോ. ആകാശം പേടി കൊണ്ട് കരയുകയാണ്. അത്തത്തിസമാവ് എന്ന് പറഞ്ഞാൽ അത്തത്തിനാക്ക, ഒട്ടകത്തിന്റെ മുകളിൽ താങ്ങാൻ പറ്റാത്ത ഭാരമെടുത്ത് വെച്ചാൽ അത്തത്തിനാക്കാന്ന് അറബിയിൽ പറയാറുണ്ട്. അത്തത്തിസമാവ്, ആകാശം കരയുകയാണ്. എങ്ങനെയാണ് കരയുന്നത് നബിയേ?
മൂന്നാമത്തെ മലക്കുണ്ട് ഇസ്മുഹു അദ്ദീഖു. ആ മലക്കിന്റെ പേര് ദീഖ് എന്നാണ്. അദ്ദീഖു അദ്ദീഖു ദീഖ് എന്ന്. നമ്മളാകെ 10 മലക്കുകളൊക്കെ പറഞ്ഞിട്ട് അടക്കുക. തഫ്സീരു അശരി മിൻഹുമു ജിബീലു മികായിൽ ഇസ്റാഫീലു അസ്റായീലു. എടാ ന്യൂനദേശം ഫ്രീക്കന്മാര് പിള്ളേരെ വിഷമം തോന്നണ്ട കേട്ടോ. പഴയ പള്ളി മദ്രസയിലെ മരബെഞ്ചിൽ നിന്നിട്ട് പള്ളിയിലെ ഉസ്താദ് പഠിപ്പിച്ചു തന്ന ഈണം ഇന്ന് ലാപ്ടോപ്പിലും ഐപാഡിലും നോക്കിയിട്ട് സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്ത് പഠിക്കുന്ന മക്കൾക്ക് കിട്ടൂല. തഫ്സീരു അശരി മിൻഹുമു ജിബീലു മികായിൽ ഇസ്റാഫീലു അസ്റായീലു മുൻകറിനെ കേറും മാറകീബും വകദാ അത്തീദു മാലികു വരിദ്വാനിൻ ഹുദാ. ഈമാൻ കാര്യം 6 ഇസ്ലാം കാര്യം 5. അവകളറിയൽ ഫർദാണ്. അവകളറിഞ്ഞില്ലെങ്കിൽ നരകം നമ്മുടെ വീടാണ്. പണ്ട് സമസ്തയുടെ മദ്രസയിലെ മരബെഞ്ചിൽ ആടുന്ന മരബെഞ്ചിൽ ഇരുന്നിട്ട് പള്ളിയിലെ മൊല്ലാക്ക പഠിപ്പിച്ചു തന്ന പാഠം അത് ജീവിതത്തിന്റെ ഒരു സുഖമാണ്. ഇന്ന് ലാപ്ടോപ്പിലും ഐപാഡിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുന്ന ന്യൂനദേശം ഫ്രീക്കം മക്കൾക്ക് ഇതിന്റെ സുഖം കിട്ടുകയില്ല. ഇതൊരു സുഖമാണ്. ആ സുഖം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സുഖമാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ആകാശത്തിൽ മലക്കുണ്ട്. ആ മലക്കിന്റെ കാൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ടിലാണ്. ആ മലക്കിന്റെ ചെവി അല്ലാഹുവിന്റെ അർശിന്റെ നേരെയാണ്. ആ മലക്കിന്റെ ചെവിയുടെയും ചുമലിന്റെയും ഇടയിലുള്ള ദൂരം ഒരു പക്ഷി 700 വർഷം പറന്നാൽ എത്ര ദൂരമുണ്ടാകുമോ ആ ദൂരമാണ് ആ മലക്കിന്റെ ചെവിയുടെയും ചുമലിന്റെയും ഇടയിലുള്ള ദൂരം എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അർശിനെ താങ്ങി നിൽക്കുന്ന മലക്ക് അതിനെ പടച്ച അന്ന് മുതൽ ഇന്നേ വരെ ദിക്ർ ചെയ്യുകയാണ്. ആ മലക്കിനെ എന്ന് ദിക്റേടെന്നറിയോ? സുബ്ഹാനല്ലാഹി ഹൈതു കുന്താ സുബ്ഹാനല്ലാഹി ഹൈതു കുന്താ. അല്ലാഹുവിനെ പേടിച്ചിട്ടത് നരകം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നരകനാണെന്നത് കൊണ്ട് ആ മലക്ക് റബ്ബിനെ പേടിച്ചിട്ട് ദിക്ർ ചെയ്യുകയാ. ദിക്ർ ചെയ്യാത്ത കാട്ടാളൻ നീയാണ് മോനെ. അല്ലാഹു നമുക്ക് ചിന്ത തരട്ടെ. 4 ക്യാമറകൾ. അഞ്ചാമത്തെ ക്യാമറ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ പെങ്ങന്മാർ ആരെങ്കിലും ഒരു സ്വർണ്ണ വള അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പെട്ടെന്ന് പറഞ്ഞേക്കാം. വിഷയം തീർക്കണമല്ലോ. സമയം എന്റെ പാരായണത്താല് വൈകിയതാണ്. വന്ന് നിങ്ങൾ നിരാശരാകണ്ട. അഞ്ചാമത്തെ ക്യാമറ اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നിന്റെ കയ്യും കാലും ക്യാമറയാണ്. നീ അതിന്റെ നിരീക്ഷണത്തിലാണ്. 6ാമത്തേത് യൗമൈദിന തുഹദ്ദിസു അഖ്ബാറഹാ. ഈ ഭൂമി നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഭൂമിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം പ്രതിലനെ സംബന്ധിച്ചാൽ പിന്നെ ജഡ്ജിക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. അവസാനത്തെ നിരീക്ഷകൻ നീ തന്നെയാണ്. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറാ. നീ തന്നെ നിന്റെ കർമ്മങ്ങൾക്ക് നാളെ പരലോകത്ത് സാക്ഷിയാണ്. അല്ലാഹു നമ്മുടെ പരലോകം നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ആ ബോധത്തോടെ ജീവിക്കുകയും ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിനുവേണ്ടിയാണ് ഇത്രയും നേരം നമ്മൾ കാത്തിരുന്നത്. നമ്മുടെ അവസാനത്തെ ദുആയി സലാത്തും ഈ അവസാന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ അവനൊരു കസേര എടുത്തിരുന്നു. ഒരു സ്വർണ്ണാഭരണം ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വരുന്ന മെയ് 10-ാം തീയതി ഞാൻ പുല്ലാടൂർ ഇൻഷാ അല്ലാഹ് എന്റെ വാളുണ്ടാവും. അവിടെ വെച്ച് ഇതിനേക്കാൾ വിശാലമായിട്ട് നമുക്ക് സംസാരിക്കാൻ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. എല്ലാവരും ഒന്ന് ദുആയി ആമീൻ പറയാൻ. ഇതിനു വേണ്ടിയാണ് ഇത്രയും നേരം ആളുകൾ നിന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വീടൊന്ന് മാറ്റിക്കോ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും മാറ്റി.
അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവിടെ തന്നെ 20 മോതിരം ഈ സദസ്സിലേക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ആ സ്വഹാബനം നല്ല സഹോദരിമാർ അല്ലാഹുവേ നിങ്ങളുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. അതിനു പകരം 20 മോതിരങ്ങൾ, ചിറ്റുകൾ, ലോക്കറ്റുകൾ അല്ലാഹുവേ അതിനു പകരം അവർക്ക് നീ സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. ആ സ്വർണം എന്നത് തെങ്ങുകയറ്റ തൊഴിലാളിയായ വാപ്പ തെങ്ങിൽ നിന്ന് വീണു മരിച്ചു. പാവപ്പെട്ട മക്കൾ, കൊച്ചുമക്കൾ, പാവപ്പെട്ട മക്കൾ, തെങ്ങുകയറ്റ തൊഴിലാളിയുടെ മക്കൾ അവരാണ് ഒരു സ്വർണ്ണ മോതിരം എന്നത് വാപ്പാടെ പരലോകത്തിന് ദുആ ചെയ്യാൻ. അല്ലാഹുവേ അവരെ വാപ്പാടെ പരലോകം നീ വിശാലമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹുവേ. ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി മരിച്ച ജ്യേഷ്ഠൻ, മാതാപിതാക്കൾ, അവരെ മക്കൾക്ക് ദുആ ചെയ്യാൻ. പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് ഇബ്രാഹിം അലൈഹി 50,000 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. അതൊന്നുമല്ല, അദ്ദേഹം ഇന്നലെ 2 ലക്ഷം തന്നു. അതൊന്നും അല്ലാതെ തന്നെ അദ്ദേഹം ആ പള്ളിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം ചെലവഴിച്ചിട്ട് അദ്ദേഹം സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തു. ആ പള്ളി പൂർത്തീകരിക്കപ്പെട്ടു. ഞാൻ ഇരുത്തിക്കൊണ്ട് പറയണല്ല, സാധാരണ എന്റെ വാളുള്ളപ്പോ എല്ലാവരും ഒക്കെ കേൾക്കാൻ പറ്റും. അവര് വന്ന് സമസ്തയിരുന്ന 4 പേര് മുഖമൊക്കെ കാണുമ്പോൾ നല്ല അപ്പുറത്തൂടെ ഇറങ്ങി. കാരണം അറിയാം, ഇരുന്നാൽ പിന്നെ ഇയാൾക്ക് പിരിവ് കൊടുക്കണം. ഞാൻ എവിടെ വാങ്ങുന്നുണ്ടെങ്കിൽ ഇളയച്ചിൽ അവിടെ വരും, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും. ധൃതി ഉണ്ടെങ്കിൽ ഇറങ്ങി പോകുമ്പോ എന്റെ കയ്യിൽ ഒരു പേപ്പർ 50,000 റുപ്യ ഞാൻ കൊടുത്തേക്ക്. എന്റെ മോൻ മുസ്തഖീമിന്റെ പേര് അല്ലാഹു ആ കുഞ്ഞിനെ ഹാഫിളാക്കി കൊടുക്കട്ടെ, നന്നാക്കി കൊടുക്കട്ടെ. അല്ലാഹു ജീവിതത്തിൽ ഒരു വലിയ താങ്ങായി തണലായി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അത്രയ്ക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് സദഖ ചെയ്യുന്ന എന്റെ ഒരു പ്രിയ ജ്യേഷ്ഠ സഹോദരൻ ദുബൈയിൽ പോയാൽ ദുബൈ KMCCയുടെ ഒരു വലിയ മുതൽക്കൂട്ടാണ്. എത്രയോ പാവപ്പെട്ട ആളുകൾ ഇവിടെ നിന്നൊരു മദ്രസയ്ക്ക് വേണ്ടി പിരിവിന് പോയ, ഒരു അറബി കോളേജിന് വേണ്ടി പിരിവിന് പോയ, അവിടെ ഇറങ്ങിയാൽ ആദ്യം ചോദിക്കും നിങ്ങൾ ഇളയച്ചിൽ കണ്ടാൽ മതി. അദ്ദേഹം അവരെയും കൊണ്ട് നടത്തും സ്വന്തം കാറിൽ. അങ്ങനെ എത്രയോ മദ്രസകൾക്ക്, പള്ളികൾക്ക് അദ്ദേഹത്തിന്റെ സേവനം അദ്ദേഹം വിനിയോഗിക്കുന്നുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം മിഡിൽ ഈസ്റ്റ് ഇന്ത്യയുടെ എഡിറ്ററാണോ KMCCയുടെ പ്രസിഡന്റ് ആണോ അതൊന്നും എനിക്ക് വിഷയമല്ല, അതൊക്കെ ദുനിയാവിൽ കിട്ടുന്ന ബഹുമതിയാണ്. പക്ഷേ അദ്ദേഹം ധാരാളം മദ്രസക്ക്, പാവങ്ങൾക്ക്, ഞാൻ പല കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരെയും സഹായിക്കും. അത് അല്ലാഹു ആഖിറത്തിന്റെ ദറജയാക്കി കൊടുക്കട്ടെ. ദുനിയാവിലെ സ്ഥാനമാനങ്ങളൊക്കെ അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. അല്ലാഹു കുടുംബത്തിൽ അല്ലാഹു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. വാപ്പയും ഉമ്മയും ഖബറിലായി. വലിയ പണ്ഡിതനായിരുന്നു ജ്യേഷ്ഠൻ. അതിന്റെ ഗുണമാണ് ആ കുടുംബത്തിൽ. അല്ലാഹു ജ്യേഷ്ഠന്റെ ഖബറിടം വിശാലമാക്കട്ടെ. മാതാപിതാക്കളുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. CVM വാണിമേൽ 50,000 ഉദ്ഘാടനം ചെയ്ത വാണിമേൽ. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ ഉദ്ഘാടനത്തിലും വളരെ ഹ്രസ്വമെങ്കിലും വളരെ പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണം അദ്ദേഹം നടത്തി. മലയാള ഭാഷയുടെ സൗകുമാര്യമുള്ള ഒരു പ്രഭാഷണം. ഭാഷയുടെ സൗന്ദര്യം വളരെ പ്രധാനപ്പെട്ട ഒരു സൗന്ദര്യമാണ്. ഭാഷയ്ക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ പ്രസംഗം ഇമ്പകരമോ. മലയാള ഭാഷയുടെ വടിവത്ത സൗകുമാര്യ സൗരഭ്യം തുളുമ്പുന്ന ഒരു ശബ്ദത്തിലൂടെ, ആഖ്യാനത്തിലൂടെ അദ്ദേഹം പ്രഭാഷണം നടത്തി. അദ്ദേഹം 50,000 രൂപ പരലോക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരലോകം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ധാരാളം പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരൻ ഒരു കൊയിൽ തേങ്ങ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ ദർശിക്കാൻ പ്രത്യേകം ദുആ ചെയ്യുക. റസൂലിനെ സ്വപ്നം കാണാൻ അദ്ദേഹം ഒരു കൊല തേങ്ങ, ഒരു കോയിലെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മോട്ടറിനാണ് കോയിലുള്ളത്. ഇവിടെ ആ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ പറമ്പിൽ നടക്കുന്ന മൊത്തം തേങ്ങ, അങ്ങനെ ഒരു ലഫ്ളല്ലേ, അത് അദ്ദേഹം സദഖ ചെയ്തു. സന്തോഷം. മുത്തു റസൂലിനെ സ്വപ്നം കാണണം. തേങ്ങയും റസൂലുള്ളാഹിനെ സ്വപ്നം കാണുന്ന തമ്മിലൊരു ബന്ധമുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാടുകളിൽ പണ്ട് കാലത്ത്, ഇപ്പൊ പിന്നെ എല്ലാവരും ഇന്റർനെറ്റ് യുഗമായിട്ടതൊക്കെ മാറി, എന്നാലും എന്റെ വീട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട്. വീട്ടിലൊരു തെങ്ങുണ്ടെങ്കിൽ ഒരു തേങ്ങ വെട്ടിയാൽ ഒരു തേങ്ങ വീടിന്റെ പഴയ ഓടിട്ട വീടിന്റെ കിഴക്കേ മൂലയിൽ ഉമ്മ അത് പൊളിച്ചിട്ട് അതിനെ 2 കീറി കൊണ്ടുപോയി കെട്ടി തൂക്കി.
അടുത്ത ഒരു വർഷം വരെ, അതായത് തൊടിയിൽ തേങ്ങ ഇട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേര് നേർച്ചയാക്കി ഒരു തേങ്ങ ഞങ്ങളുടെയൊക്കെ വീടിന്റെ മുമ്പിൽ ചെറുപ്പത്തിലെ ഉമ്മയൊക്കെ കെട്ടിത്തൂക്കിയിടും. റബീഉൽ അവ്വൽ 12 ആകുമ്പോ ആ തേങ്ങ ഉണങ്ങിയ അതിനകത്ത് കിടക്കും. അത് പൊട്ടിച്ചെടുത്ത് പാല് ശർക്കരയുടെ പിരിഞ്ഞ് ഒരു പാലും പഴം ഉണ്ടാക്കി മങ്കൂസ് മൗലൂദ് ഓതി അന്ന് വീട്ടിലുള്ള മുഴുവൻ ആളുകളും കൂടെ അന്ന് മൗലൂദ് ഓതി ദുആ ചെയ്ത് പിരിയും. അന്ന് ഒരു കൊയിൽ തേങ്ങ കൊണ്ട് വാപ്പ 10 മക്കളെയും കെട്ടിച്ചു. വാപ്പായുമായി ഹജ്ജിലേക്ക് മരിക്കുകയും ചെയ്തു. കാരണം ഒരു തേങ്ങ വെട്ടിയാൽ അതിന് ഒന്ന് മുത്തുനബിയുടെ മേലെ ഒരു നേർച്ചയാക്കും. നമുക്ക് ഒരു മാസം 1 കോടി രൂപ കിട്ടിയാലും മക്കളെ കെട്ടിച്ചതിന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. ബിസിനസ് ഇപ്പോഴും ലോണാണ്. താനും ഒരു ഉംറയ്ക്കോട്ട് പോയിട്ടില്ല. എന്തുകൊണ്ട്? കോടികളുണ്ട് ബറക്കത്തിന്റെ. പണ്ട് കാലത്ത് ഉണ്ടായ സമ്പത്തിൽ മുത്തുനബി ഓർത്തപ്പോ അതിന് ബറക്കത്തുണ്ടായിരുന്നു. 100 തേങ്ങ വെട്ടിയ വാപ്പയും ഉമ്മയും പണ്ട് കാലത്ത് ഉംറയോ ഹജ്ജോ ചെയ്യാത്ത ആരാണ് നമ്മുടെ നാട്ടിലുള്ളത്? അള്ളാഹു നമ്മുടെ സ്വത്തിൽ ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ വിഭവങ്ങളിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സീബ്രീസ് കാർഗോ ബാബു മുഹമ്മദ് അല്ലേ? സീബ്രീ കാർഗോ ബാബു മുഹമ്മദ് റഷീദ് ബാബു 2 ലക്ഷം രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ സമ്പത്തിന് അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഇതൊക്കെ എന്ന മികച്ച സംഘാടകന്റെ ഗുണമാണ്. അദ്ദേഹത്തിന്റെ ബന്ധങ്ങളിലുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി തന്റെ മഹല്ലിലെ പള്ളിക്ക് വേണ്ടി അദ്ദേഹം ഒരു വലിയ തുക സ്വരൂപിച്ചു. അത് അദ്ദേഹം എന്ന മികച്ച സംഘാടകന്റെ ഗുണമാണ്. അള്ളാഹു അതിനെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ഒരൊറ്റ മിനിറ്റ് ഒന്ന് നമ്മുടെ സഹോദരന്മാരെ വായിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ പാത്രം നിറച്ചും ഷീട്ടാണ്. 5000, 10000, 25000 സ്വർണത്തിന്റെ കണക്ക് ഇതിൽ നിറയെ. ഇത് വായിച്ചു തീർത്താൽ കബീർ ബാക്കവി ഉസ്താദ് നാട്ടിൽ പോകണം. നിങ്ങൾ ദുആക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എഴുതി തന്ന ആളുകളോട് പ്രത്യേകമായി പറയുകയാണ്, അർഹമുർ റഹീമായ മാലിക്കുൽ മുലൂക്കായ റബ്ബ് ഈ ജനസാഗരത്തെ സാക്ഷി നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ. ആരൊക്കെ 1 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ തന്ന ആളുകൾ അല്ലാഹുവിന്റെ അകത്തുണ്ട്. അവരുടെ ഉദ്ദേശങ്ങൾ അറിയാം. മാലിക്കുൽ മുലൂക്കായ റബ്ബ് സാധിപ്പിക്കാൻ റഹ്മാനെ കബീർ ബാക്കവി ഉസ്താദിനോട് ആദരപൂർവ്വം ആവശ്യപ്പെടുകയാണ്. വളരെ ആദരപൂർവ്വം ആവശ്യപ്പെടുകയാണ്. 6666 രൂപയുടെ ഒരു പറ്റം കുറിപ്പ് കൊടുത്തയച്ചിട്ടുണ്ട്. ഉസ്താദിന്റെ ദുആയിൽ, ഇവിടുത്തെ ദുആയിലല്ല, എല്ലാ ദുആയിലും നിങ്ങൾ എളേറ്റ് പ്രദേശത്തെ മറക്കാൻ പാടില്ല. ഇസ്ലാമിക് സെന്ററിൽ വന്നപ്പോ 66,666 20 ആളുകൾ അന്ന് ഏൽപ്പിച്ചു. അതിൽ 20ാമത്തെ ആള് ഇന്ന് കൊണ്ടു തന്നു 66,666 രൂപ. അതുപോലെ ആളുകൾ 6,666 രൂപ. ഇവർക്കൊക്കെ വേണ്ടി നിങ്ങളുടെ എല്ലാ ദുആയിലും ഞങ്ങൾ ഉൾപ്പെടുത്തണം, മറക്കരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു. എല്ലാവരും ക്ഷമിക്കണം. ഇത് വായിച്ചു തീർത്താൽ നേരം പുലർന്നു പോകും. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച സമയം നീണ്ടുപോകും. എനിക്ക് വീട്ടിലെത്തേണ്ട ദിവസമാണെന്ന്. അൽഹംദുലില്ലാഹ് ഒരു 2 വർഷത്തിന്റെ ഇടയിൽ ആദ്യമായിട്ട് 5 ദിവസം എനിക്ക് ഒന്നിച്ച് ലീവാണ്. 2 വർഷത്തിന്റെ ഇടയിൽ മക്കളൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം സമസ്തയുടെ സമ്മേളനം നടക്കുന്നു 11, 12, 13, 14. അതുകൊണ്ട് 6 മാസം മുമ്പേ ഡേറ്റ് എടുത്തും കൊടുത്തില്ല. ഇൻഷാ അല്ലാഹ് ആലപ്പുഴയിൽ പോണം. എല്ലാവരും അവിടേക്ക് എത്തണം. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഒരല്പം ഞാൻ താമസിച്ചുകൊണ്ട് പ്രസംഗം ഒരല്പം കുറഞ്ഞു എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ വേറെ നാട്ടുവർത്താനത്തിനൊന്നും സമയം കളഞ്ഞിട്ടില്ല. അതുമല്ല, ഒരു 2 ആഴ്ചയായി ഞാൻ ന്യൂമോണിയ ബാധിച്ച് ഹോസ്പിറ്റലിലായിരുന്നു. പരിപാടിയൊക്കെ ക്യാൻസലാക്കി. അതിന്റെ ചുമയൊന്നും വിട്ടുമാറിയിട്ടില്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ട ഇളയച്ചിന് വിളിച്ചപ്പോൾ ഈ ഒരു സൗഹൃദത്തിൽ പങ്കെടുക്കാൻ പറ്റി. അള്ളാഹു ഈ ജനസദസ്സിനെ സ്വീകരിക്കട്ടെ. 6 മണിക്ക് വന്ന് ഇതുവരെ ഒരു ദുആയ്ക്ക് വേണ്ടി പാവപ്പെട്ടവന്റെ ദുആയുടെ സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി നിന്ന് ഓരോരുത്തരും അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജ്യേഷ്ഠൻ മരിച്ചുപോയ ജ്യേഷ്ഠന്റെ മകന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി വെച്ചാളേറ്റില് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ കുട്ടിയുടെ ജീവിതം, ആ കുട്ടിയെ അല്ലാഹു നല്ല വിദ്യാഭ്യാസം നൽകട്ടെ. ആ കുടുംബത്തിന് വാപ്പായുടെ അഭാവത്തിൽ താങ്ങായി തണലായി പക്വതയോടെ ഒരു നല്ല കാര്യദർശിയായ മോനാക്കി അല്ലാഹു വളർത്തി കൊടുക്കണം. ഇതെന്താ 3 ദിവസം സൗണ്ട് ഇന്ന് വളരെ നന്നായി സൗണ്ട്. കാരണം അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ സംസാരിക്കാൻ പറ്റിയത്. 7 ദിവസത്തെ തുടർച്ചയായി വന്ന 7ാമത്തെ ദിവസമാണ്. വളരെ ക്ഷീണിതമാണ്. എന്തിനും ആ സൗണ്ട് വളരെ നന്നായി കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ട സഹോദരൻ
അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അതിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് അദ്ദേഹത്തിന്റെ ഒരു ദഅവത്താണ്. വഅദ് പറയുന്നവർക്ക് നല്ലൊരു മൈക്ക് വെച്ച് കൊടുത്താൽ അത് മറ്റുള്ളവർ കേട്ട് അമൽ ചെയ്യുമ്പോൾ മൈക്കാരനും പ്രതിഫലം കിട്ടും. എല്ലാവർക്കും ദഅവത്തുണ്ട്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ കൂടെ നടന്നു വരിക. അപ്പോ ആ സഹോദരൻ കാഞ്ഞിരപ്പള്ളിക്കട ഒരാൾ ഓട്ടോറിച്ച് ഓടിച്ചുകൊണ്ട് പോവാ. അതിന്റെ പുറകെ എഴുതിയിരിക്കുന്നു സ്ത്രീധനം സമൂഹത്തിന് ആപത്ത്, സ്ത്രീധനത്തെ വെറുക്കുക. യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിച്ചു പോയ ഓട്ടോക്കാരന്റെ ദൈവത്താണ്. ഓട്ടോയുടെ പുറകിൽ എഴുതിയിരിക്കുകയാണ് സ്ത്രീധനം സമൂഹത്തിന് ആപത്ത്, സ്ത്രീധനത്തെ വെറുക്കുക. അവൻ ഓട്ടോ ഓടിച്ചോണ്ട് പോകുമ്പോഴും അവരുടെ ദൈവത്ത് നടത്തുക. നമ്മളാണ് എന്ത് ചെയ്യും? ഓട്ടോറിക്ഷ വാങ്ങിക്കും, നന്നായിട്ട് അലങ്കരിച്ച് കുഷ്യൻ സീറ്റൊക്കെ, ബെൻസിനേക്കാൾ വലിയ സീറ്റാണ് നമ്മുടെ ഓട്ടോറിക്ഷയ്ക്ക്. എന്നിട്ട് അതിന്റെ ബാക്കി എഴുതിയിട്ടിട്ട് സ്കൂളിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും. മോഹിച്ചത് എന്റെ തെറ്റ്, മോഹിപ്പിച്ചതോ നിന്റെ തെറ്റ്. അതാണ് നമ്മുടെ ദൈവത്ത്. ആ സ്ഥലത്ത് നീ ഒരു ഖുർആൻ, ഒരു ഹദീസ് മലയാളം ചെയ്താൽ നിന്റെ ദൈവത്താണ്. അതുകൊണ്ട് നീ ഓടുന്നിടത്തെല്ലാം ആ ദൈവത്തെത്തും. അതുകൊണ്ട് ഈ സഹോദരൻ മൈക്കുകാരൻ അദ്ദേഹവും ഈ ദൈവത്തിന് ഭാഗവാക്കാകാണ്. ഈ 4 ദിവസവും ഈ മൈക്ക് വളരെ നന്നായി ശബ്ദം തന്ന അദ്ദേഹത്തെ ആദരിച്ചു. ആ ശബ്ദ സംവിധാനം വളരെ സൗജന്യമായി ഇവിടെ ചെയ്തു കൊടുത്ത ആ സഹോദരൻ അള്ളാഹു എല്ലാവരും കൈറും പറക്കത്ത്. സൗജന്യമൊന്നുമല്ല, പാവപ്പെട്ടന്റെ ജലവാസി കൊടുത്തേക്കണം. അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് എത്തിയ ഓരോരുത്തർ സമയം വൈകി എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ ഇവിടെ എത്തിയ ഒരു സഹോദരൻ അസുഖമുണ്ട്, ദുആ ചെയ്യണം. 4 ദിവസം അദ്ദേഹം 50,000 രൂപ വെച്ചിട്ടുണ്ട്. 2 ലക്ഷം കുടുംബത്തിൽ ഓരോരുത്തർ 50,000 വെച്ച് 4 ദിവസം വന്നിട്ടുണ്ട്. എല്ലാ അദ്ദേഹത്തിന്റെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാ സൗകര്യത്തോടെ മികച്ച സംഘാടന മികവോടെ ഈ സദസ്സൊരുക്കിയ പ്രവർത്തകർ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയ നമ്മുടെ വട്ടോളിയിലെ ഷാജഹാൻ സാഹിബ് നടത്തുന്ന ഹിഫ്ദുൽ ഖുർആനിലെ ഹാഫിദീങ്ങൾ, അവരുടെ ഉസ്താദ് അബ്ദുസ്സലാം മൗലവി ബാക്കവി. അബ്ദുസ്സലാം മൗലവി എന്റെ ഉസ്താദിന്റെ അനുജനാണ്. അങ്ങനെ ഒരു വലിയ ബന്ധവും എന്റെ ഉസ്താദിന്റെ അനുജനാണ് അദ്ദേഹം. നല്ലൊരു പണ്ഡിതനാണ്, ഹാഫിദാണ്. അല്ലാഹു മക്കളെ ഇത്രയും പെട്ടെന്ന് ഹാഫിദീങ്ങളാക്കട്ടെ. ഷാജഹാൻ സാഹിബിന്റെ മരണപ്പെട്ടു പോയ ഭാര്യയുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഇതിനു വേണ്ടി സ്നേഹിച്ച മഹലിന്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഉസ്താനി, അങ്ങനെ അടക്കമുള്ള മുഴുവൻ ഉസ്താദന്മാർ, വോളണ്ടിയേഴ്സ്, വനിതാ വോളണ്ടിയേഴ്സ്, ഭക്ഷണം പാചകം ചെയ്തവർ, ആംബുലൻസ് വന്നവർ, വൈരാഹിലേശ്വരി കുല്ലിക്കും മറ്റുമായി എല്ലാവർക്കും വർഗമായ പ്രതിഫലം അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ്. ഇനി ഇവിടെ അടുത്തുള്ള പരിപാടി മെയ് 10-ാം തീയതി പുല്ലാളൂരാണ്. വടകര നാഗാപുരം വളയം 60 കിലോമീറ്ററേ ഉള്ളൂ. അസുരന്റെ ദൂരം പോലുമില്ല. വടകര വളയത്ത് ഫെബ്രുവരി 25, 26. ഒരു സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. നാട്ടിൽ നിന്ന് ഹിഫ്ദ് പഠിക്കാൻ വേണ്ടി 6 കുട്ടികൾ പോയിട്ടുണ്ട്. അല്ലാഹു അവരെ ഹാഫിളുകളാക്കി. ശിഹാബ് തങ്ങൾ വിഷൻ കൾച്ചറൽ സെന്ററിന്റെ കോഴിക്കോട് ജില്ലാ സമസ്ത നടത്തുന്ന വഅളാണ് പുല്ലാളൂർ മെയ് 10-ാം തീയതി. എല്ലാവരും അവിടെ എത്തുക, സഹകരിക്കുക. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അർഹമറഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനേ, അല്ലാഹുവേ, എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ചു നിൽക്കുന്ന രാത്രിയിൽ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ നിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തി ഞങ്ങൾ നിൽക്കുന്നു. അല്ലാഹ് പടച്ചവരെ, ഈ നിൽക്കുന്ന 10,000-ങ്ങൾ ചേർന്ന് അടുത്തടുത്ത് നിൽക്കുമ്പോഴും അവിടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒത്തിരി നൊമ്പരങ്ങളുണ്ട്. അല്ലാഹ് പടച്ചവരെ, ഹൃദയത്തിന്റെ ഉള്ളിലുള്ള നൊമ്പരങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് പോലും അറിയില്ല. അല്ലാഹ്
ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ദുഃഖമറിയുന്നത് ഞങ്ങളുടെ കർണനരമ്പിനേക്കാൾ അടുത്തിരിക്കുന്ന നീയാണ് റബ്ബേ. പടച്ചവനെ, മണിക്കൂറുകളായി സദസ്സിലിരുന്ന് അവസാനം ഈ ദുആ പിടിക്കാൻ നിന്നിട്ട് ഈ സാധുക്കൾ നിന്റെ നേരെ നോക്കുന്നു അല്ലാ. ഈ പാവങ്ങളുടെ കണ്ണിലെ ദൈന്യത നീ കാണുന്നില്ല റബ്ബേ. അവരുടെ ഹൃദയത്തിന്റെ ചൂട് നീ അറിയുന്നില്ല റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ, ഞങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. നിന്റെ സഹായമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് മതിയാവില്ല അല്ലാ. ആര് ഞങ്ങളെ കൈയൊടിഞ്ഞാലും നീ കൈയൊടിഞ്ഞില്ലെങ്കിൽ പരീക്ഷയുണ്ട് റബ്ബേ. ആര് ഞങ്ങളെ കൈവിട്ടാലും നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. നീ ഞങ്ങളെ കൈവിട്ടാലും പിന്നെ ആര് ഞങ്ങളെ സ്വീകരിച്ചിട്ടും കാര്യമില്ല റബ്ബേ. നീ ഞങ്ങളെ സ്വീകരിച്ചാൽ പിന്നെ ഞങ്ങളെ ആര് കൈവിടുന്നാലും ഒരു പ്രശ്നവുമില്ല അല്ലാ. പടച്ചവനെ, നിൽക്കുന്നവര് ജീവിതത്തിൽ നിരവധി പ്രയാസങ്ങളിൽ പെട്ടവരാണ്. അല്ലാഹുവേ, ഈ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, മാറ്റിത്തരണേ അല്ലാ, മാറ്റിത്തരണേ അല്ലാ. പടച്ചവനെ, ഹൃദയത്തിന്റെ പ്രയാസത്തെ കുറിച്ച് ദുആ ചെയ്തപ്പോ കരയുന്ന കണ്ണുകളിൽ 10,000ങ്ങളിൽ വിനീതം കാണുന്നു അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങളുടെ കണ്ണുനീര് നീ കാണണേ റബ്ബേ. അല്ലാഹുവേ, ഒരു മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുടെ ശിവ നൽകണേ അല്ലാ. ക്യാൻസറിന്റെ രോഗാണുക്കൾ വന്ന് ശരീരത്തിൽ പാഞ്ഞു കയറി ശരീരം മുഴുവനും കരുത്ത് കരിവാളിച്ച് തലമുടി കൊഴിഞ്ഞു മാറി. ഒരു റേഡിയേഷൻ കഴിയുമ്പോ 2 കീമോ കഴിയുമ്പോ അല്ലാഹുവേ, ശരീരം മുഴുവനും മാഞ്ഞു പോകുന്ന അവസ്ഥ. ആ രോഗങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. പടച്ചവനെ, ക്യാൻസറുമായി മല്ലടിക്കുന്ന എത്ര ആളുകൾ, എത്ര ആളുകൾ. പടച്ചവനെ, ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണല്ലാ. രോഗികളെ കാണുമ്പോ കഴിഞ്ഞ മാസം നിരന്തരമായി ക്ഷണിച്ച് തിരുവനന്തപുരം CH സെന്ററിൽ ഒന്ന് സന്ദർശിക്കാൻ പോയി. വാക്കവി വരുന്നവരേക്ക് രാത്രി രാമീ പറയാൻ എത്ര ആണും പെണ്ണും 10 മിനിറ്റ് അവരോടൊന്ന് മൈക്കിന് സംസാരിക്കാൻ ആദ്യമായിട്ടൊരു സദസ്സ് കണ്ടിട്ട് ഹംദ് പറയാൻ കഴിയാതെ ഞാൻ വാവിട്ട് നിലവിളിച്ചു രോഗികളുടെ മുമ്പിൽ. മൂക്കിലൂടെ ചൂടിട്ടവർ, വായിലൂടെ ചൂടിട്ടവർ. ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോ എന്റെ ഇളയ മോളുടെ പ്രായമുള്ള 2.5 വയസ്സുകാരി പൊന്നുമോളുടെ കരുത്ത് തുളച്ചിട്ട് ചൂവിട്ടിട്ട് ആ കുഞ്ഞിനെ ഒക്കത്ത് പിടിച്ചിട്ട് ഉമ്മ അവിടെ വന്ന് നിൽക്കുന്നു. പിന്നെ പ്രസംഗിക്കാൻ കഴിയാതെ CH സെന്ററിന്റെ മുമ്പിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു നിന്നുപോയി. അല്ലാഹുവേ, ഇതൊക്കെ ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് കാണുമ്പോ ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ് റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങളെ പരീക്ഷിച്ചിട്ടില്ല അല്ലാ. എന്നിട്ട് നിന്നോട് ഞങ്ങൾ ഒരു നന്ദിയും ചെയ്തിട്ടില്ല അല്ലാ. പടച്ചവനെ, ദുനിയാവിന്റെ തിരക്ക് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഓടി നടക്കുന്നു അല്ലാ. ഞങ്ങളെ നീ ഒരു മാരക രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ, പരീക്ഷിക്കല്ലേ അല്ലാ. ഡോക്ടർമാര് നോക്കിയിട്ട് മരുന്നില്ലെന്ന് പറയുന്ന ഒരു രോഗം നിങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. ക്യാൻസറും ബ്രെയിൻ ട്യൂമറിന്റെയും കാലം കഴിഞ്ഞു. പേര് പറയാൻ കഴിയാത്ത രോഗങ്ങളുമായി മനുഷ്യര് ഞെട്ടോട്ടം ഓടുന്നു. ഞാൻ നേതൃത്വം നൽകുന്ന ഹിഫ്ളുൽ ഖുർആന്റെ തൊട്ടടുത്ത് 19 വയസ്സുകാരി സഫീറ എന്ന പെണ്ണ് 1.5 വയസ്സുള്ള മോൾക്ക് നട്ടുച്ച നേരത്ത് ഭക്ഷണം കൊടുത്തു, കുഴഞ്ഞു താഴെ വീണു. എടുത്ത് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി BP ലോയായി ICUവിൽ കയറ്റി. 1 മണിയായപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു സഫീറ മരിച്ചുപോയി. പൊട്ടിക്കരഞ്ഞ ഭർത്താവ് ചോദിച്ചെന്റെ ഭാര്യയ്ക്ക് എന്താ സുഖം? 12 മണിക്ക് എന്നോട് സലാം പറഞ്ഞ് എന്റെ മക്കൾക്ക് ഭക്ഷണം കോരിക്കൊടുത്ത എന്റെ പെണ്ണ് 1 മണിക്ക് മരിച്ചെന്നോ? ഏത് രോഗം? ഡോക്ടർ പറഞ്ഞു രോഗം എന്തെന്നറിയില്ല. ഡൽഹി ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിലേക്ക് റിപ്പോർട്ടിന് വിട്ടു. 10 ദിവസം കഴിഞ്ഞപ്പോ റിസൾട്ട് വന്നെന്തെന്നറിയുമോ? ഈ രോഗം ഇതിനു മുമ്പ് ഇന്ത്യയിൽ ഡൽഹിയിൽ ഒരാൾക്കല്ലാതെ രണ്ടാമതൊരാൾക്ക് വന്നിട്ടില്ല. ഈ രോഗം രണ്ടാമത് ഇന്ത്യയിൽ വന്നത് പല്ലപ്പുഴക്കാരി പെണ്ണിനാണ്. അല്ലാഹുവേ, ഇതൊക്കെ കേട്ട് ഞങ്ങൾ തകർന്നു നിൽക്കുന്നു അല്ലാ.
ഏത് സമയത്താണ് ഈ ശരീരത്തിന്റെ ചലനം നിൽക്കുന്നതെന്നറിയാതെ ഈ ആകസ്മികതകളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ ഞങ്ങൾ നിൽക്കുന്നു റബ്ബേ. പടച്ചവനെ, എപ്പോ റൂഹ് പിടിച്ചാലും ഞങ്ങൾ ജീവിതത്തിൽ തെറ്റ് ചെയ്തവരാണ്. തൗബ ചെയ്യാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. നിന്നോട് കരഞ്ഞ് നിലവിളിച്ച് തൗബ സ്വീകരിക്കപ്പെടാതെ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കല്ലേ അല്ലാ. പടച്ചവരെ, ഞങ്ങൾക്ക് രോഗം വന്നിട്ടും മറ്റൊരാള് ഞങ്ങളുടെ അടുക്കൽ വന്ന് സഹതാപത്തോടെ നോക്കുന്ന ഒരു രോഗം വരുത്തല്ലേ അല്ലാ. ഇവൻ എത്ര സുന്ദരനായി ആരോഗ്യത്തോടെ നടന്നവനാ, ഇവനിത് വന്നല്ലോ എന്ന് ഞങ്ങള് കിടക്കുന്ന കട്ടിലിന്റെ അടുക്കൽ വന്ന് സഹതാപത്തോടെ ഞങ്ങളെ നോക്കുന്ന രോഗം വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, RCC രോഗവുമായി കഴിയുന്നവർ, കോഴിക്കോട് CH സെന്ററിൽ ഡയാലിസിസിന് വേണ്ടി കിടക്കുന്നവർ, പടച്ചവനെ അവരുടെയൊക്കെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ കടബാധ്യതകൾ വന്നിട്ട് കടം വീട്ടാൻ കഴിയാതെ ഉഴലുന്നവരുണ്ട്, കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാ. അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന കടം വരുത്തല്ലേ അല്ലാ. അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന കടബാധ്യത വരുത്തല്ലേ അല്ലാ. മരിക്കുന്ന നേരത്ത് ഒരാൾക്കൊരു അണപ്പൈസ പോലും കൊടുക്കാനില്ലാതെ ഹക്കുകൾ വീട്ടി സന്തോഷത്തോടെ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ, ഇവര് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ഒന്ന് തകർന്നു പോയാൽ സർവ്വതും തകരുമല്ലാ. റബ്ബേ, ബിസിനസ് തകർക്കല്ലേ റബ്ബേ. കൂലിപ്പണിക്കാരൻ ആരോഗ്യം നൽകണേ അല്ലാ. ഈ പാതിരാത്രിയിൽ എന്ത് ചോദിക്കണമെന്നറിയാതെ ഞാൻ കൊടയുകയാണ് റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ നീ ജീവിതത്തിൽ ഒരു പരീക്ഷണ വസ്തുവാക്കി കുരങ്ങ് കളിപ്പിക്കുന്നത് പോലെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക്, അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക്, അവിടെ നിന്ന് പിന്നീട് മിംസിലേക്ക്, പിന്നെ അവിടെ നിന്ന് വെല്ലൂരിലേക്ക് റബ്ബേ, രോഗം കൊണ്ട് ആശുപത്രിയോട് ഓടി നടക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. മുറുക്കി എടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന്റെ സുഖം വേണ്ടെന്ന് വെച്ച ഞങ്ങളുടെ ഉമ്മമാർ, അവർക്ക് നീ സ്വർഗത്തിന്റെ സുഖം നൽകണേ അല്ലാ. ഞങ്ങളുടെ സുഖത്തിന് വേണ്ടി അവര് ജീവിതത്തിന്റെ ഒരു സുഖവും എന്റെ പൊന്നും അനുഭവിച്ചിട്ടില്ല റബ്ബേ. പകരം നീ സ്വർഗത്തിന്റെ സുഖം നൽകണേ അല്ലാ. പടച്ചവരെ, ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മക്കുപ്പയ്ക്ക് ക്യാൻസർ വന്നിട്ട് ദുഃഖിക്കുന്ന മക്കളുണ്ട്, അവരെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കുന്ന, ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പി കാത്തിരിക്കുന്ന ഞങ്ങളുടെ ഭാര്യമാർ, അവർക്ക് നീ ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്കൊരു രോഗം വരുത്തല്ല റബ്ബേ. പിന്നെ ഞങ്ങളുടെ മക്കൾക്ക് ഉമ്മയില്ല അല്ലാ. ഉമ്മാന്ന് വിളിച്ചവർക്ക് തർബിയത്ത് ചെയ്യാൻ ഞങ്ങളുടെ മക്കൾക്ക് പിന്നെ ആരുമില്ല അല്ലാ. ഒരു ദിവസം പോലും വീട്ടിലില്ലാതെ നിന്റെ ദീനം പറഞ്ഞിങ്ങനെ നടക്കുമ്പോ നിങ്ങളുടെ ഉപ്പ ദീൻ പറയാൻ പോയിരിക്കുകയാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ഞങ്ങളുടെ പൊന്നുമക്കളോട് ഞങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവളല്ലാതെ മറ്റൊരാളില്ല അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ സന്തോഷവും ആരോഗ്യവും നൽകണേ റബ്ബേ. ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് സ്നേഹിച്ച് കൊതിരുന്നതിന് മുമ്പേ ഞങ്ങളെ വിട്ടുപിരിപ്പിക്കല്ലേ അല്ലാ. അങ്ങനെ വിട്ടുപിരിപ്പിച്ചാൽ സ്വർഗത്തിന്റെ കട്ടിലിൽ വീണ്ടും ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ വലിയ വലിയ പ്രതീക്ഷ ഞങ്ങളുടെ മക്കളിലാണ്. ഞങ്ങളുടെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ. ഇവിടെ എത്തിയ ഹിഫ്ളുൽ ഖുർആനിലെ മക്കൾ നീ അവരെ ഹാഫിളീങ്ങളാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ തമ്പുരാനെ, ഞങ്ങളുടെ മക്കളെ നീ വഴിപഠിപ്പിക്കുന്നവരാകല്ലേ അല്ലാ. പ്രസവിച്ചു വളർത്തിയ പെൺമക്കൾ അന്യ സമുദായക്കാരുടെ കൈനടിച്ചിറങ്ങി പോകുമ്പോ റബ്ബേ, മക്കള് കാരണത്താലും മറ്റൊരുത്തന്റെ മുമ്പിൽ തലകുലിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ.
റബ്ബേ സന്മാർഗത്തിലാക്കണേ അല്ലാ. ഇവിടെ ഓരോരുത്തരുടെയും ഈ നാട്ടിൽ നിന്ന് 6 മക്കള് ഹാഫിളീങ്ങളാകാൻ പോയിട്ടുണ്ട്. മക്കളെ ഹാഫിളീങ്ങളാക്കാൻ ഈ വിനീതന്റെ വാല് കേട്ട് കൊതിച്ച് നീയത്ത് ചെയ്തവരുണ്ട്. ഞങ്ങളുടെ മക്കളെ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഹാഫിളിന്റെ വാപ്പാന്നുള്ള ബഹുമതി തരണേ അല്ലാ. ഹാഫിളിന്റെ ഉമ്മയാക്കണേ അല്ലാ. ഇന്നെന്റെ സ്ഥാപനത്തിന് 12 വയസ്സുള്ള ഷഹദ് ഹാഫിളായപ്പോ അവന്റെ ഉമ്മ പൊട്ടിക്കരഞ്ഞു. അവസാനത്തായ പൊട്ടിക്കരഞ്ഞു. ഉസ്താദേ, എന്റെ മോനെ ഖുർആൻ ഹാഫിളാക്കി തന്നല്ലോ. ഇനി എന്റെ മോനെ കൈ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമല്ലോ. റബ്ബേ, നാളെ നരകത്തിന്റെ തീയുടെ മുമ്പിൽ പരിഭ്രമിച്ചു നിൽക്കുമ്പോ എന്റെ ഉപ്പയാണ് എന്റെ ഉമ്മയാന്ന് പറഞ്ഞ് കൈ പിടിച്ച് സ്വർഗത്തിലെത്തിക്കുന്ന ഹാഫിളീങ്ങളായ മക്കളെ തരണേ അല്ലാ. എന്റെ ഇസ്ലാമോനെ സിനാമോനെ നീ ഹാഫിളാക്കി തരണേ അല്ലാ. എന്നെ പോലെ മക്കളെ കൽബ് നിറഞ്ഞ് സ്നേഹിക്കുന്ന ഉപ്പയാണ് ഉമ്മയാണ് നീ പറയുന്നത്. പേരറിയാത്ത അവരുടെ മക്കളെ നീ ഹാഫിളീകളാക്കി കൊടുക്കണേ അല്ലാ. മോളെ സാലിഹത്താക്കി തരണേ അല്ലാ. ഓരോരുത്തരുടെയും പെൺമക്കളെ സ്നേഹമുള്ള മക്കളാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾക്കൊരു രോഗം വരുത്തല്ല റബ്ബേ. ഞങ്ങളുടെ മക്കളുടെ തൊലി കീറി മുറിക്കുന്ന രോഗം വരുത്തല്ല അല്ലാ. പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഒത്തിരി സഹോദരിമാർ ഇവിടെയുണ്ട്. ഭർത്താക്കന്മാരുടെ ദുസ്വഭാവം മാറ്റിക്കൊടുക്കണേ റബ്ബേ. അവരുടെ മക്കളെ നീ ഒരു നല്ല നിലയിലെത്തിക്കണേ അല്ലാ. പടച്ചവനെ, രോഗികളുടെ നീ മാറ്റണേ അല്ലാ. കുടുംബ ജീവിതത്തിന് ദുഃഖമുള്ള പെങ്ങന്മാരുണ്ട്, മാറ്റിക്കൊടുക്കണേ അല്ലാ. കല്യാണ പ്രായമെത്തിയ മക്കളെ കല്യാണം കഴിച്ചുവിടാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഉപ്പമാര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരെ മക്കളെ നീ വിവാഹം ചെയ്യാനുള്ള സാഹചര്യം നൽകണേ അല്ലാ. സാലിഹീങ്ങളായ വരന്മാരെ നൽകണേ അല്ലാ. റബ്ബേ, അവസാനം മരിക്കുന്ന നേരം പുഞ്ചിരിയോടെ സ്വർഗം കണ്ട് കലിമ പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാ. ഏറ്റവും വലിയ ജനക്കൂട്ടം ഞങ്ങളുടെ മയ്യത്തിന്റെ പുറകിലാക്കണേ അല്ലാ. ആറണി മണ്ണിൽ വെച്ചിട്ട് അഹമ്മദ് കബീറിന്റെ കൂടെ കൂട്ടുകാരില്ല, ഈ ജനക്കൂട്ടമില്ല. മലക്ക് വന്നിട്ടും മൺറബ്ബുക്കാന്ന് ചോദിക്കുമ്പോ 2 മണിക്കൂർ ഒരാൾ പ്രസംഗിച്ചാൽ 2 ലക്ഷം അക്ഷരം പറയുമെന്നാണ്. അല്ലാഹുവേ, ആ പറഞ്ഞ മിടുക്കന് മൺറബ്ബുക്കാന്ന് ചോദിക്കുമ്പോ അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ പറയാ കഴിയാതെ ഒന്ന് നാവ് കുടഞ്ഞു പോയാൽ തകർന്നു പോകുമല്ലാ. ഞങ്ങളുടെ കബറിലും മലക്കിന് ചോദ്യം പറയുന്ന നാവാക്കണേ റബ്ബേ. കബർ വാരിയല്ലോടെ നിൽക്കുമ്പോ ഞങ്ങളെ അതിൽ പെടുത്തല്ലേ അല്ലാ.